ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വീലേൺ. ഇന്നു മുതൽ നമ്മൾ മാത്തമാറ്റിക്സിൻ്റെ ഒരു പുതിയൊരു സീരീസ് കൂടെ ആരംഭിക്കുകയാണ്. മാത്തമാറ്റിക്സിൻ്റെ വീഡിയോകളെല്ലാം വളരെ ഷോർട്ടായിരിക്കും. ഒരു 5 മിനിറ്റിൽ താഴെ, ഒരു 2 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെയുള്ള വീഡിയോകളായിട്ടായിരിക്കും നമ്മൾ മാത്തമാറ്റിക്സിൻ്റെ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സാധാരണയായിട്ട് എക്സാമിന് ചോദിക്കുന്നൊരു കാര്യമാണ്, നമുക്ക് ഏതെങ്കിലും ഒരു കോമൺ ഡിഫറൻസ് ഉള്ള ഒരു സീരീസ് തന്നിട്ട് അതിൻ്റെ ആവറേജ് എത്രയെന്ന് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ അത് കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്പേഴ്സുകൾക്കിടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് തുല്യമായിരിക്കും. അങ്ങനെ ഒരു സീരീസ് തന്നിട്ട് അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുവാനായിട്ട് നമുക്ക് റെഗുലറായിട്ട് എക്സാമിന് ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഉദാഹരണത്തിന് 1 മുതൽ 99 വരെയുള്ള നമ്പറുകളുടെ ആവറേജ് കാണുക. അപ്പോൾ ഇതിൻ്റെ ആവറേജ് കാണാനേ ഇപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് ഇങ്ങനെ തരുന്ന സീരീസുകളുടെ കോമൺ ഡിഫറൻസ്, അതായത് ഈ നമ്പറുകൾക്കിടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് തുല്യമാണെങ്കിൽ ഇതിൻ്റെ ആവറേജ് കാണുവാനായി നമുക്ക് തന്നിട്ടുള്ള സീരീസിൻ്റെ ആദ്യത്തെ നമ്പറിനെയും അവസാനത്തെ നമ്പറിനെയും തമ്മിൽ കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് ഈ സീരീസിൻ്റെ നമ്മുടെ ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് 1 അവസാനത്തെ നമ്പർ എന്ന് പറയുന്നത് 99. അപ്പോൾ 1 + 99 / 2 എത്രയാണ് നമ്മുടെ ഉത്തരം വരിക? 50 ആയിരിക്കും ഈ ഒരു സീരീസിൻ്റെ ആവറേജ്. അപ്പോൾ ഈ ഒരു ചോദ്യമൊക്കെ കിട്ടാൻ സമയത്ത് പലരും തലയിരുന്ന് പുകയ്ക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഈ സീരീസിൻ്റെ ആദ്യത്തെ നമ്പറിനെയും അവസാനത്തെ നമ്പറിനെയും തമ്മിൽ കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായി. ഇനി നമുക്ക് അടുത്തൊരു സീരീസ് നോക്കാം. അടുത്ത സീരീസ് ഇതാണ് 3, 6, 9 അപ് ടു എവിടം വരെ? 75 വരെ. അപ്പോൾ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 3. അപ്പോൾ ഈ ഒരു സീരീസിൻ്റെ ആവറേജ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് 3, അവസാനത്തെ നമ്പർ എന്ന് പറയുന്നത് 75. 3 + 75 / 2. അപ്പോൾ എത്ര വരും? 78 / 2, 39 നമ്മുടെ ഉത്തരമായിട്ട് വരിക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കായിട്ട് ഞാനൊരു ചോദ്യം തരാം. 2, 4, 6 അപ് ടു 100 വരെ. അപ്പോൾ ഇതിൻ്റെ ആവറേജ് എത്രയായിരിക്കും? നിങ്ങളിത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കമൻറ്റിൽ ഉത്തരമായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാരണം ഈ 2-3 ദിവസമായിട്ട് വീഡിയോ ഇടുന്നതിനകത്ത് കുറച്ചൊരു ബുദ്ധിമുട്ട് വരാറുണ്ട്. ആ സാരമില്ല, അത് 2-3 ദിവസത്തിനുള്ളിൽ ഞാനത് ഓക്കെ ആകും. അപ്പം ആ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അതുകൊണ്ടാണ്, അല്ലാതെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചാനലിനകത്ത് വീഡിയോ ഇടാത്തതല്ല. കുറച്ച് ലൈഫിൽ ബിസി ആയി പോകുന്നത് കൊണ്ട് ഇച്ചിരി ഒരു ഡിലേ വരുന്നതാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.